സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ആഴ്ചയിൽ 3 ദിവസം തിങ്കൾ, ബുധൻ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ ഉച്ചവരെ ആയുർവേദ ഡോക്ടർ നിങ്ങളെ സൗജന്യമായി പരിശോധിക്കുന്നതാണ്. പ്രമുഖ കമ്പനികളുടെ ഔഷധങ്ങൾ മിതമായ നിരക്കിൽ, ഡിസ്കൗണ്ട് നിരക്കിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതുമാണ്. നമ്മുടെ ചികിത്സ തുടർന്നു പോകും. തുടർ ചികിത്സയാണ് ഇതിന്റെ ലക്ഷ്യം. റമസാനിലെ അവസാന വെള്ളിയിൽ വിശുദ്ധ മാസത്തെ യാത്രയാക്കി പ്രത്യാശയോടെ ചെറിയ പെരുന്നാളിനെ വരവേൽക്കാൻ ഒരുങ്ങി വിശ്വാസികൾ. ഗൗരവ ചിന്തകളോടെ, നഷ്ടബോധത്തോടെ, നിറഞ്ഞ പ്രതീക്ഷകളോടെ വിശുദ്ധ മാസത്തെ യാത്രയാക്കിയും ഇനിയും വരവേൽക്കാമെന്ന പ്രത്യാശയോടെ ചെറിയ പെരുന്നാളിനുള്ള ഒരുക്കങ്ങളുമായി ഈ വർഷത്തെ റംസാനിലെ അവസാന വെള്ളിയാഴ്ചയിൽ വിശ്വാസികൾ ഒത്തുചേർന്നു. ഒരു മാസക്കാലം പാതിരാവുകളെ പ്രാർത്ഥനാനിരതമാക്കിയ ദിവസങ്ങൾ കൊണ്ട് റംസാൻ മാസത്തെയാണ് വിശ്വാസികൾ യാത്രയാക്കുന്നത്. പുരാതന ജുമാ മസ്ജിദുകളിലൊന്നായ കാഞ്ഞിരശ്ശേരി മഹൽ ജുമാ മസ്ജിദിൽ ധാരാളം വിശ്വാസികളാണ് എത്തിച്ചേർന്നത്. ഖതീബ് കെ ഇസ്മായിൽ അൽ ഹസനി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. പരിശുദ്ധ റമളാനിൽ നിന്ന് ഈ റമളാനിലെ അവസാനത്തെ ഖുതുബ വെള്ളിയാഴ്ച നമ്മോട് സലാം പറഞ്ഞ് വിട പറഞ്ഞു പോകുന്ന ഖുതുബയാണ് ഇന്നത്തെ ഖുതുബ. ഹൃദയാന്തരത്തിൽ ഈമാനിന്റെ ഒരു അംശമുള്ള ആളുകൾക്ക് അവർ ഹൃദയത്തെ പിടിച്ചു കുലുക്കുമാർ, ഹൃദയത്തെ പിടിച്ചു കുലുക്കി പടച്ചറപ്പെ ഇനി അടുത്ത റമളാനിൽ ഞാൻ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല, ഈ റമളാൻ കൊണ്ട് വിജയിക്കാനുള്ള ഒരു തൗഫീഖ് എനിക്ക് തരണേ എന്ന് ആത്മാർത്ഥമായ ഓരോ വിശ്വാസിയും മനസ്സിലാക്കേണ്ട, പറഞ്ഞിരിക്കേണ്ട, പ്രവർത്തിച്ചിരിക്കേണ്ട, പ്രാർത്ഥിച്ചിരിക്കേണ്ട എണ്ണപ്പെട്ട ദിവസങ്ങളാണ് ഇനിയുള്ളത്. റമളാൻ ഞങ്ങളിലേക്ക് എത്തിച്ചു തരണേ എന്ന് നാം പ്രാർത്ഥിച്ചു. ആ റമളാനിനെ ചോദിച്ചു വാങ്ങിയ റമളാനിന്റെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന പലരും ഈ റമളാനിന് വിട പറയാൻ, റമളാനിനെ യാത്രയേക്കാൻ ഈ റമളാനിലില്ല. നമുക്കൊക്കെ പരിചയമുള്ള പലരും വിശുദ്ധ റമളാനിൽ നിന്ന് വിട പറഞ്ഞാൽ നമുക്കറിയാം. എപ്പോഴും ഒരു വിശ്വാസ ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ടത് ഇതെന്റെ അവസാനത്തെ റമളാനാകാം, ഇതെന്റെ അവസാനത്തെ ജുമുഅയാകാം, ഇതെന്റെ അവസാനത്തെ ഇബാദത്താകാം, ഇതെന്റെ അവസാനത്തെ സദഖയാകാം. ഇങ്ങനെ ഒരു ചിന്താഗതി ഒരു വിശ്വാസ ഹൃദയത്തിൽ ഉണ്ടായിക്കൊണ്ടാണ് അവന്റെ ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് അവന്റെ ഹൃദയം എപ്പോഴും അല്ലാഹുവുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടാകും. CCV ന്യൂസ്, ചേലക്കര.